സുർജിത്ത്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് പിലാക്കാവിൽ നിന്ന്? എനിക്കറിയാം ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഞാൻ പഞ്ചാരക്കൊല്ലിയിലാണ് ഉള്ളത്. പഞ്ചാരക്കൊല്ലിയിൽ പടക്കം പൊട്ടിച്ചും അവർ മുദ്രാവാക്യം വിളിച്ചും ഒക്കെ ഈ നാട്ടുകാർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഇവരൊക്കെ കുറച്ചു ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ടില്ല മോനെ? സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കൊട്ട് മദ്രസയിലൊക്കെ പോവാ. ഇനി പേടിച്ചിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റൂ. ഇനി പേടിക്കേണ്ടൊന്നുമില്ല, ആവശ്യമല്ല. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. നമ്മളെ 3 ദിവസത്തെ ഒരു കാത്തിരിപ്പ്, 4ാം ദിവസം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ പറയാൻ പറ്റൂല. അത്രയും വലിയ സന്തോഷമാണ് നമ്മളത്. കാരണം ഏറ്റവും വലിയ ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. അത്രമാത്രം ഭയങ്കര സന്തോഷത്തോടുകൂടി നിലകൊള്ളുന്നു. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഇതല്ല ഈ നാട്ടിലെ അവസ്ഥ. വല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശത്തിൽ, വല്ലാത്ത രീതിയിലുള്ള ഒരു സങ്കടത്തിലായിരുന്നു ഈ നാട് മൊത്തം. എന്തായാലും ഇപ്പോൾ ഒരു ആവേശം ആളുകളുടെ ഇടയിൽ പ്രകടമാണ്. കാരണം അവർക്ക് ജോലിക്ക് പോവാം, സ്വതന്ത്രമായി നടക്കാം, അതിന്റെ ഒരു സാധ്യത വന്നിരിക്കുന്നു. ആളെക്കൊല്ലി കടുവയെ വനംവകുപ്പ് കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ നിന്ന്. അത് ചത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇവിടെ ധാരാളം ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് നല്ല സന്തോഷമായി. സമാധാനത്തിന് പണിക്ക് പോകാലോ. ഇല്ല, 3 ദിവസമായി പണിക്ക് പോയിട്ട്. തോട്ടത്തിലൊക്കെ ആൾക്കാർക്ക് പോകാലോ? ഇനി തോട്ടത്തിൽ എല്ലാവർക്കും പോകാം. ഇന്നിപ്പോ പണിയില്ലാന്നായിരുന്നു പറഞ്ഞത്. ഇനിയിപ്പോ എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. വല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ രാവിലെ സ്കൂൾക്ക് മക്കൾ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ ഇവിടെ നടന്നിട്ട് പോകുന്ന മക്കളുണ്ട്, വണ്ടിക്ക് പോകുന്ന മക്കളുണ്ട്. പിന്നെ അതുപോലെ പണിക്ക് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു കടുവ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് എല്ലാവർക്കും പേടിയൊന്നുമില്ലേ. നമ്മളൊക്കെ കുറച്ചിൽ പിന്നെ വെള്ളിയാഴ്ച കടുവ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പണിസ്ഥലത്ത് വന്നതാണ്. പിന്നെ ഈ നേരം നമ്മൾ ഇവിടെ വിട്ട് എവിടെയും പോയിട്ടില്ല. കർഫ്യൂ പ്രഖ്യാപിച്ചു. പിന്നെ അതിൻ്റെ പേരിൽ മക്കൾക്ക് ഇന്ന് രാവിലെ നമ്മൾ ഓട്ടോറിക്ഷ ആക്കിയിട്ടാണ്, മുനിസിപ്പാലിറ്റി ഓട്ടോറിക്ഷ ആക്കിയിട്ടാണ് മക്കൾ ഇന്ന് രാവിലെ പരീക്ഷയ്ക്ക് വരെ വിട്ടത്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്നുണ്ടായിരുന്നത്. തീർച്ചയായും എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ മാധ്യമങ്ങൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് 24 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇന്റിമേറ്റായി പരിചയപ്പെട്ടു എല്ലാ മാധ്യമങ്ങളും. തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. പിന്നെ മനം നിറഞ്ഞ നന്ദി നമ്മളെല്ലാവർക്കും, എല്ലാ മാധ്യമങ്ങൾക്കും, പിന്നെ അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും, പിന്നെ RRT ടീമിനും എല്ലാവർക്കും ഞങ്ങൾ ഈ പഞ്ചാരക്കൊല്ലി നാടിന്റെ അതിമനോഹരമായൊരു നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തും. വലിയ ബിഗ് ബാറ്റില് പിന്നെ സൊല്യൂട്ട് ഞങ്ങൾ നൽകണേ. എല്ലാവരും വളരെ സന്തോഷം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ നാടിന്റെ പൾസ് നമ്മൾ അറിഞ്ഞിരുന്നു. കാരണം അത്രമാത്രം അവർ വൈകാരികമായി പല ഘട്ടങ്ങളിലും ഇടപെട്ടിരുന്നു. അങ്ങനെ വൈകാരികമായി ഇടപെടുമ്പോൾ പോലും അത് ഈ നാട്ടിലൊരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ പിച്ചിച്ചീന്തി കൊല്ലുന്ന തരത്തിലേക്ക് ഒരു കടുവ മാറിയെങ്കിൽ അതവരുടെ വൈകാരികത പ്രശ്നം തന്നെയാണ്. അതാണ് അവർ പല ഘട്ടങ്ങളിലും വനംവകുപ്പിനോടൊപ്പം തന്നെ വനമന്ത്രിയോട് ഉൾപ്പെടെ അത് പ്രകടിപ്പിക്കുന്നത്. വനമന്ത്രി പോലും അതിനെ ആ പ്രതിഷേധത്തെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ്. വളരെ ഹൃദയപൂർവ്വം അത് സ്വാഗതം ചെയ്യുകയായിരുന്നു വനമന്ത്രി. കാരണം വനമന്ത്രിയെ തടയുന്നതും അടക്കമുള്ള പ്രതിഷേധത്തിനാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. പക്ഷേ വനമന്ത്രി പോലും അത്തരം പ്രതിഷേധം സ്വാഭാവികമെന്ന് അദ്ദേഹം പറയുന്നു, അത് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടുകാരിപ്പോൾ പൂർണ്ണമായും സന്തോഷത്തിലാണ്. അവർ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുന്നു. അല്ലേ, എന്താണ് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? നമുക്ക് വളരെ സന്തോഷമേ പറയാനുള്ളൂ. ഈ നാട്ടിൽ നിന്ന് ഇത്ര ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിവായത് നമുക്ക് വളരെ ആത്മാർത്ഥ ഇതുണ്ട്. പേടിച്ചു കഴിയായിരുന്നു. അല്ല, ഇത്ര ദിവസം പേടിച്ചു കഴിയായിരുന്നു. എന്താണ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? നന്നായി പിടിച്ചത് കൊന്നതിന് എല്ലായിടത്തും പറയാൻ നമ്മള് ഫോറസ്റ്റ് സൈഡിലാണ് താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയാ പ്രശ്നങ്ങളുണ്ട്. കാട്ടിപ്പോത്തായിട്ടും ആനയായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ തന്നെയാ. എന്തായാലും കുറെ പേർ അങ്ങനെ സമാധാനം പ്രകടിപ്പിക്കുന്നു. കാരണം ആളുകളെ സംബന്ധിച്ച് ആശ്വാസം തന്നെയാണ്. കുറെ ഉമ്മമാര് വരുന്നുണ്ട്. ഉമ്മമാരെ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലുള്ള കാടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടണം തോന്നുന്നു. ഞങ്ങൾ ഇവിടെ തേയില എസ്റ്റേറ്റിൽ പണിയെടുക്കണം, തൊട്ടവിടെ എസ്റ്റേറ്റിൽ. ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ സമാധാനമായിട്ടൊന്നുമില്ല. എന്താ ഇത് ഒരു കടുവയായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ പണിസ്ഥലത്ത് നിന്ന് പല വട്ടം കടുക്കണ് കടുവ. പക്ഷെ ഇത് അതന്നെയാണോ നമുക്ക് വിശ്വാസം വരുന്നില്ല. എന്താ വെച്ചാൽ ഒരുപാട് കടുവ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ മുമ്പിലെല്ലാം കാടുണ്ട്, അത് കയ്യേറി പിടിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എന്തായാലും അത് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് അത് വീശി തരണം. കാട് വെട്ടണം. ഞങ്ങൾ അത് കയ്യേറി പിടിച്ചാന്ന് പറയുന്നുണ്ട്. കയ്യേറി പിടിച്ചാൽ അവരോട് അത് വെട്ടാൻ നിർബന്ധമായിട്ട് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് എന്നാലും ഇനി രാവിലെ ഇനി വെയിലിന്റെ ചൂടായി ഞങ്ങൾ 7 മണിക്ക് പണിക്കോണതാ. ആ സമയത്തൊക്കെ റോട്ടിൽ കാലടികളൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എസ്റ്റേറ്റിൽ കൂടി തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമാധാനം ആകണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി കഴിയണം.
സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുള്ളത് നമ്മളും പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും ചേട്ടന്മാരെ എന്താണ് തോന്നുന്നത്? സന്തോഷം. ഇപ്പൊ സർക്കാർ സംവിധാനത്തിനോടും അതുപോലെ ഇവിടെ ഈ സംഗതിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച മാധ്യമങ്ങള്, ഉദ്യോഗസ്ഥര് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു ആളുകൾ, സമാധാനം പ്രകടിപ്പിക്കുന്നു. ഇനി അവർക്ക് സ്വസ്ഥ ജീവിതത്തിലേക്ക് സുർജിത്ത് അയ്യപ്പത്ത്, സുർജിത്തിനൊരു പ്രത്യേക താങ്ക്സ്. കാരണം ഒരു നാട്ടുകാരൻ പറഞ്ഞതുപോലെ ഈ കടുവയുടെ ശല്യം അനുഭവപ്പെട്ട് തുടങ്ങിയത് മുതൽ സുർജിത്ത് കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. അത്രയും കൂടുതൽ ദിവസങ്ങൾ പ്രേക്ഷകർക്കൊപ്പമായിരുന്നു. വാർത്തകൾ ഓരോ സമയവും ഒരു ദൃശ്യവും നഷ്ടപ്പെടാതെ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കടുവ ചത്തു എന്നുള്ള വാർത്ത അറിയുമ്പോൾ സുർജിത്തിൻ്റെ സഹായവും മാധ്യമത്തിലൂടെ ഇത് പ്രചരിപ്പിക്കാൻ നടത്തിയ ശ്രമവും ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്.